ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 55ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്നലെ ലാലേട്ടന് നമുക്ക് കിട്ടിയ അവാർഡിൻ്റെ ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ആ ഫംഗ്ഷനെല്ലാം നന്നായിരുന്നു. പിന്നെ ഹൗസ്മേറ്റ്സിൻ്റേതായിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളൊക്കെ ലാലേട്ടനോട് പറയുന്നതാണ്. ലാലേട്ടനായിട്ടുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റ്സും അങ്ങനെ അതിനെക്കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ഈ ഫംഗ്ഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക നമ്മുടെ ഇതിലോട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ലാലേട്ടൻ അത്രയ്ക്കും നല്ല ഒരു ടെററായിട്ടൊന്നുമില്ല, എന്നാൽ പോലും ലാലേട്ടൻ ചില കാര്യങ്ങൾ ലാലേട്ടൻ നന്നായിട്ട് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ടാസ്ക് കൊളാക്കിയതിനെ കുറിച്ചിട്ടായിരുന്നു ലാലേട്ടൻ ആദ്യം തന്നെ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ആദ്യം മനീഷിൻ്റെ അടുത്താണ് തുടങ്ങിയത്. കാരണം ഏത് ടാസ്ക് കൊടുത്താലും എന്തിനാണ് ഇങ്ങനെ കൊളാക്കുന്നത്, പിന്നെ അതേപോലെ ഒരാൾക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറൊരാൾക്കും കിട്ടരുതെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും കളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഒനീലൊക്കെ അങ്ങനെ കളിച്ചത്, ഒനീൽ, അഭിലാഷ് എല്ലാവരെയും കുറിച്ചിട്ട് നന്നായി പറഞ്ഞിട്ടുണ്ടാവില്ല. അനുമോൾ എന്തിനാണ് ഇത്ര സ്ട്രിക്റ്റായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ജിഷിൻ നന്നായി ഇവർക്ക് ഫേവറായിട്ട് നിന്നത് പോലും ജിഷിൻ ജയിലിലോട്ട് പോയതിൻ്റെ റീസൺ, അങ്ങനെ എല്ലാം കുറിച്ചിട്ടൊക്കെ ലാലേട്ട് നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. നല്ലൊരു ടാസ്ക്കാണ്, അതിനെ മാക്സിമം കൊളാക്കി, നിങ്ങൾക്ക് ഇതിലും നല്ല ടാസ്കുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇവർക്ക് എനിക്ക് തോന്നുന്നു ചെരുപ്പ് ഫാക്ടറി നൂതില ചെരുപ്പ് ഫാക്ടറിനെക്കാട്ടിലും അത് പിന്നെയും ഇതിലും കുറച്ച് ഭേദമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇത് അതിൻ്റെ പകുതി പോലും നന്നായിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഇമ്മ്യൂണിറ്റി കാർഡ് ബിന്നിക്ക് മാത്രമേ ഉള്ളൂ, ഒരു എക്സ്ട്രാ ഇമ്മ്യൂണിറ്റി കാർഡും കൂടെ ഉണ്ടായിരുന്നു. അത് ലാലേട്ടൻ ആർക്കാ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഹൗസ് മേറ്റ്സിനോട് പറയുന്നുണ്ട്. അവർ തന്നെ ഒരാളെ സെലക്ട് ചെയ്യാൻ. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിസം കാരണം അധികം ആൾക്കാരും ആതിരയുടെ പേര് സെലക്ട് ചെയ്തു. പക്ഷെ എന്നാലും ലാലേട്ടൻ പറഞ്ഞിരുന്നു, കാരണം കൈരാജ ജയിലിൽ പോയ ആൾക്ക് എന്തിനാണ് ഇത്തവണ ഇമ്മ്യൂണിറ്റി കൊടുക്കേണ്ട ആവശ്യം, നന്നായി കളിച്ച ആൾക്കല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ അനീഷും പറയുന്നുണ്ട് ഇത് പക്ക ഗ്രൂപ്പീസാണ്, അല്ലാണ്ട് ആതിരയുടെ പേര് എങ്ങനെ വരും, കാരണം ആതിര ജയിലിൽ പോയ ഒരാളാണ്. അപ്പോൾ എന്താണെങ്കിലും ലാലേട്ടൻ ആതിരയ്ക്ക് കൊടുത്തില്ല ഇമ്മ്യൂണിറ്റി പവർ. കാരണം അത് വളരെ നല്ല കാര്യമായെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ആതിരനേക്കാളും നന്നായി കളിക്കുന്ന എത്രയോ പേരുണ്ട്. ആതിര കഴിഞ്ഞാഴ്ച അത്രയും ചീപ്പ് ഗെയിമാണ് കളിച്ചത്. അനീഷിൻ്റെ അടുത്താണെങ്കിലും മൊത്തത്തിൽ ഹൗസ് മേറ്റ്സ് ആതിരയുടേതായിട്ടുള്ളൊരു ഗെയിം സ്ട്രാറ്റജി എല്ലാം അത്രയും മോശമായിരുന്നു. ടാസ്കിലാണെങ്കിലും മോശം, എല്ലാത്തിലും മോശം. അങ്ങനെ ഒരാൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിലും ഡിസേർവിംഗ് ആയിട്ടുള്ള വേറെ കുറേ പേര് ആ വീട്ടിനകത്തുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ ലാലേട്ടൻ ആതിരയ്ക്ക് കൊടുക്കാണ്ട് സ്പൈക്കുട്ടന് കൊടുത്തത് തന്നെ വളരെ നല്ല കാര്യം എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെങ്കിലും ഇമ്മ്യൂണിറ്റി പവറും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആതിര പിന്നെ നെക്സ്റ്റ് ലെവലായിരിക്കും വെറുപ്പിക്കൽ അടുത്ത ആഴ്ച. അപ്പോൾ എന്താണെങ്കിലും ആതിര കിട്ടാത്തതിന് വളരെ നല്ല കാര്യമായി. പിന്നെ അത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കണം, അതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം. പിന്നെ നമ്മൾ വേറെ കണ്ടത് എന്താ പറയുക, ആര്യൻ്റെ ജിസൈലിൻ്റെ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആര്യൻ്റെ ജിസൈലിൻ്റെ മിഷൂര് അത് കഴിഞ്ഞ കാര്യമാണ്. അതിനെ വീണ്ടും ഡ്രാഗ് ചെയ്തിട്ട് ഈ ആഴ്ച വന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് അഭിലാഷും ഒനിയിലും എല്ലാം സംസാരിച്ചതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ഒരു വീഡിയോ ക്ലിപ്പ് അവർക്ക് കാട്ടിക്കൊടുത്തിരുന്നു. എന്താണെങ്കിലും അത് ഒരു 8ൻ്റെ പണി പോലെ ആയി, 7ൻ്റെ പണി പോലെ തന്നെ ആയി. കാരണം ബിന്നി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അങ്ങനെ ബിന്നിയും ഇതിനകത്ത് ഒരു ഇതായി, കൾപ്രിറ്റായി. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവർ നല്ല ഫ്രണ്ട്സാണ്, ചെറിയ ഹെൽപ്പും കെയറിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം കഴിഞ്ഞു, ഇനി വീണ്ടും ഇതിനെക്കുറിച്ചിട്ട് തന്നെ സംസാരിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വീണ്ടും 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 ഒരു ട്രിഗറായിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ഇത് ഉദ്ദേശിച്ചതല്ല പറയണത്, പക്ഷേ ഇവർ പറഞ്ഞ ആ ഒരു ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, എനിക്കും ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് ഇവരുടെ ഓവർ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, കെയറിങ് നല്ലതാണ്, പക്ഷേ അത് ഗെയിമിനെ അഫക്റ്റ് ചെയ്യരുതെന്ന് മാത്രം. കാരണം ആര്യൻ വന്ന സമയത്ത് നന്നായിട്ട് ഗെയിം കളിച്ചിരുന്ന ആളാണ്. അപ്പോൾ ആര്യൻ ഇപ്പോൾ അത്രയ്ക്കും ആര്യൻ ഒരു 100% ഇടുന്നില്ല. പിന്നെയും എനിക്ക് തോന്നുന്നു ആ ബോട്ടിൽ ഫാക്ടറി ടാസ്കിൽ ആര്യൻ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ജിസൈലാണെങ്കിൽ നന്നായി കളിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ ജിസൈലിൻ്റേതായിട്ടുള്ളൊരു 100% പെടുന്നില്ല. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, കെയറിങ് നല്ലതാണ്, അതിൻ്റെ ഒപ്പം അവരുടെ ഗെയിമും കൂടെ ആ പ്രോപ്പറായിട്ട് അതുപോലെ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ രണ്ടുപേരുടെ ഗെയിമും എന്താ പറയുക ശ്രദ്ധിക്കാതിരിക്കരുത്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ലാലേട്ടൻ ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് ഹൗസ് മേറ്റ്സിൻ്റെ മുമ്പിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതായിരുന്നു ഇന്നലെ പറഞ്ഞ വേറൊരു കാര്യം ലാലേട്ടൻ. പിന്നെ പറഞ്ഞ പോലെ എന്താ പറയുക,
അപ്പോൾ ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് പറഞ്ഞിരുന്ന കാര്യം. പിന്നെ നോമിനേഷൻ ഇന്നത്തെ എലിമിനേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇന്നലെ ലാലേട്ടനൊന്നും പറഞ്ഞിരുന്നില്ല. അതിന്നായിരിക്കും. എനിക്ക് ഇനിയിപ്പോൾ ഒരാളാണോ രണ്ടാളാണോ പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചില വീഡിയോസ് ഇതിലൊക്കെ കണ്ടത് ജിഷിൻ ഔട്ടാവും, ചില ആൾക്കാർ പറയുന്നുണ്ട് അഭിലാഷ് ഔട്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ജിഷിൻ നല്ലൊരു പ്ലെയറാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീക്കിലേക്കാണ് കുറച്ചൊരു വെറുപ്പിക്കലുണ്ടായിരുന്നത്. അതിനുശേഷം ജിസിൻ ആ ട്രാക്കിൽ വന്നു നന്നായി കളിക്കുന്നുണ്ട്. അങ്ങനെ ഓവറായിട്ട് അങ്ങനെ ചൂടാവുന്ന ആളോ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു നല്ലൊരാളാണ്. അഭിലാഷ് അഭിലാഷ് പറഞ്ഞ പോലെ ഗെയിം കുറച്ചൊന്ന് ബാക്കിലോട്ടാണ്. അഭിലാഷിൻ്റെ ആയിട്ടല്ല ഗെയിം. കാരണം ജിഷിനെ പോലെയല്ല. അപ്പോൾ ആൾ ചില സമയത്ത് ഒപ്പീനിയൻ പറയുന്നുണ്ടെങ്കിലും എന്താ പറയുക, ചില കാര്യങ്ങളിൽ ഒരു ഫേവറിസം കാണിക്കുന്ന പോലെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് മാത്രം. പിന്നെ ഗെയിമാണെങ്കിലും അത്രയ്ക്ക് നല്ലൊരു ഗെയിമറാണെന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അറിയില്ല ആരായിരിക്കും പോകാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.